തിരികെ പോകാൻ കഴിയാത്ത കാട്. ഹോയിയ ബാച്ചു ഫോറസ്റ്റ് മിസ്റ്ററി. ഇവിടെ കാടുണ്ട്, പക്ഷേ ഈ കാട് വെറും മരങ്ങളല്ല, നഗ്നമായി നിലക്കുന്ന മരങ്ങൾ, കാറ്റില്ലാതെയും ചലിക്കുന്ന പാത. വർഷങ്ങളായി ആളുകൾ വന്നു, പിന്നെ തിരികെ പോയില്ല. ഇത് ദ പ്ലേസ് ആണ്, ഹോയിയ ബാച്ചു ഫോറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഹോണ്ടഡ് കാടായി പറയപ്പെടുന്ന സ്ഥലം. റൊമാനിയയിലെ ഈ കാട് ട്രാൻസിൽവാനിയയിൽ സ്ഥിതി ചെയ്യുന്നു. 1968 ഒരു ഫോട്ടോഗ്രാഫർ ഒരിക്കൽ ആകാശത്ത് നിന്ന് ഒരു ഫ്ലൈയിങ് ഡിസ്ക് അഥവാ UFO ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ഈ കാട് ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഇവിടെ കയറിയ ആളുകൾക്ക് ശരീരത്തിൽ ചുണക്കം, പൊള്ളൽ, ചൊറിയൽ, ക്ഷീണം തുടങ്ങിയ അസാധാരണ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർ പറഞ്ഞു, ഞങ്ങൾ കാടിനുള്ളിൽ 5 മിനിറ്റ് മാത്രമേ നിന്നുള്ളൂ എന്ന് തോന്നി, പക്ഷേ പുറത്തു വരുമ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, പാത കണ്ടു കയറുമ്പോൾ പിന്നെ തിരികെ കാണാറില്ല. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ കാട്ടിൽ ഏറെയധികം ഇലക്ട്രോമാഗ്നറ്റിക് അനോമലീസ് കണ്ടെത്തി. ഒരു ചെറിയ കുട്ടികളുടെ ചിരിയും കരച്ചിലും ഒരേ സമയം കേൾക്കുന്നുണ്ടാവുന്നെന്ന് ലോക്കൽസ് എപ്പോഴും പറയുമായിരുന്നു. ഡ്രോൺ ക്യാമറകൾ പലതവണ ഫംഗ്ഷൻ ചെയ്യാതെ പോയിട്ടുണ്ട്. കാടിനുള്ളിൽ ഒരു പൂർണ്ണമായ ചുറ്റമുറ്റിയുള്ള മരമില്ലാത്ത പ്ലെയിൻ പ്രദേശമുണ്ട്. ആ കുളം പോലുള്ള ക്ലിയറിംഗ് ഏത് സീസണിൽ പോലും പച്ച പുല്ല് പോലും വളരാറില്ല. അതിൻ്റെ മധ്യത്തിൽ നിന്ന് പലരും വല്ലാത്ത തോന്നലുകളോടെയാണ് റിപ്പോർട്ടിംഗ് ചെയ്തത്, ഇവിടെ എന്തോ ഉണ്ട്. ഹോയിയ ബാച്ചു ദ പ്ലേസ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതെന്തോ നമ്മൾ മനസ്സിലാക്കാൻ പാടുന്നില്ലേ? നിങ്ങൾ ആ കാടിനുള്ളിൽ കയറാൻ തയ്യാറാണോ? 1960 കാണാതായ ഒരു ചെറു പയ്യനാണ് ഹോയിയ ബാച്ചു. അവനെ ഇന്നുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാട്ടിനുള്ളിൽ പെർഫെക്റ്റ് സർക്കിൾ രൂപത്തിൽ മരമില്ലാത്ത ഭാഗം, ആ ഭാഗത്ത് പച്ച പുല്ല് പോലും വളരുന്നില്ല. ആരാണ് അത് ഉദ്ദേശിച്ചുകൊണ്ട് സൃഷ്ടിച്ചത് എന്ന് ഇനിയും അജ്ഞാതം. സയൻറ്റിഫിക് റിസർച്ച് ചെയ്തപ്പോഴും ഈ സ്ഥലത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഭിന്നമായി കണ്ടെത്തി. നാട്ടുകാർ ഹോയിയ ബാച്ചുയെ മരണത്തിൻ്റെ വാതിലുകൾ എന്ന് വിളിക്കുന്നു. ചിലർ പറയുന്നത് ഈ കാട് ഒരു പോർട്ടൽ ആണെന്ന്, അല്ലെങ്കിൽ അതുപോലെ മരിച്ച ആളുകളുടെ ഡയമെൻഷൻ്റെയും ഇടപെടലുകൾ നടക്കുന്ന സ്ഥലമാണെന്ന്. മനുഷ്യൻ്റെ ഭാവനയും പ്രകൃതിയുടെ വിയേർഡ് ബ്യൂട്ടിയും ചേർന്നതാണ് ഈ ഭീതി. മരങ്ങൾക്കിടയിലെ ശാന്തതയെ കത്തിയൊഴിക്കുന്ന അസ്വാഭാവികത. ശബ്ദങ്ങളില്ല, എന്നാൽ ഭയമുണ്ട്. ഇത് ഹോയിയ ബാച്ചു ഫോറസ്റ്റ് ആണ്, ഭൂമിയുടെ അതിരുകൾക്കപ്പുറത്തെ വാതിലുകൾ. നീ കയറാൻ തയ്യാറാണോ?